വീഡിയോയിൽ. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കാലത്തെ തന്നെ ഞാനും അമ്മയും കുളിച്ച് ഫ്രഷായിട്ട് പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് അവിടെ ദേവീനെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അമ്മ ദാ ഇവിടെ കലത്തിമയൊക്കെ ഇങ്ങനെ മഞ്ഞളും കുങ്കുമവും ഒക്കെ തേച്ച് വെക്കുകയായിരുന്നു. പിന്നെ അടുപ്പൊക്കെ തയ്യാറാക്കി റെഡിയാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം. പൊങ്കാല ഇടാനുള്ള ടൈം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചു. പൊങ്കാലയ്ക്കുള്ള വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ചിട്ട് വേണം ഇനി അരി ഇടണമെങ്കിൽ. ഉണക്കലരിയാണ് കേട്ടോ നമ്മളിവിടെ പൊങ്കാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആണ് ആദ്യം തന്നെ പൊങ്കാലയ്ക്ക് വെള്ളം തിളച്ചപ്പോൾ അരി കഴുകി ഇടുന്നത്. അപ്പം അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തായിരുന്നത്. അപ്പം 2 പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. ഒരെണ്ണം അമ്മയും ഞാനും കൂടിയിട്ട് 2 ഇട്ടിരിക്കുന്നത്. അമ്മ ഇടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും, ഞാനിടുമ്പോൾ അമ്മ വീഡിയോ എടുത്തതാണ്. അങ്ങനെ മാറി മാറി നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ വീഡിയോസായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ട് പൊങ്കാലയ്ക്കുള്ള അരിയൊക്കെ കഴുകി ദേവീനെ നല്ലപോലെ മനസ്സിൽ പ്രാർത്ഥിച്ച് വിചാരിച്ചിട്ടൊക്കെയാണ് പൊങ്കാല അരി കഴുകി ഇട്ടത്. അപ്പോൾ എല്ലാം വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടുന്ന വീഡിയോ എടുത്ത് ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അരിയൊക്കെ തിളച്ച് വന്നിട്ടോ. അപ്പോൾ ശർക്കര ഇടുകയാണ് ഇനി. എനിക്കിങ്ങനെ ചെറുപ്പം മുതലേ അമ്പലങ്ങളിൽ പോവുക, അവിടുത്തെ അന്നദാനം കഴിക്കുക, അതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. കൂടുതലും അമ്പലങ്ങളിലാണ് പോവാറ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ ബീച്ചിലോ പാർക്കിലോ അങ്ങനെ എവിടെയും ചുറ്റിക്കറങ്ങാൻ പോയില്ലെങ്കിലും കൂടുതലും അമ്പലങ്ങളിലൊക്കെ പോകാനാണ് കേട്ടോ ഇഷ്ടവും താല്പര്യം. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുക, ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുക, മനസ്സിലാക്കുക, അതിലൊക്കെ പങ്കുചേരുക. അതിൽ കിട്ടുന്നൊരു സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ പൊങ്കാലയൊക്കെ തിളച്ച് വന്നിട്ടോ മുന്തിരിങ്ങ ഇടുകയാണ്. കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അരിയൊക്കെ വെന്ത് നല്ലപോലെ സെറ്റായി ഫൈനലായിട്ട് കുറച്ച് നെയ്യും കൂടി ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇനി തീർത്ഥം തളിക്കാൻ വരുമ്പോൾ തുറന്ന് തീർത്ഥം തളിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അപ്പോൾ തീർത്ഥം തളിക്കാനായിട്ട് പൂജാരിയൊക്കെ വന്നു, തീർത്ഥം തളിച്ചു. ഞാനും അമ്മയും കൂടി തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പൂജാരി വന്നപ്പോൾ. അപ്പോൾ ആ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞിട്ടോ. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്കും അമ്മയ്ക്കും പൊങ്കാലയൊക്കെ ഇടാൻ സമർപ്പിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു ഫീലായിരുന്നു കേട്ടോ മനസ്സിൽ. എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഈ വർഷം പൊങ്കാല ഇടാൻ വരാൻ ദേവി അനുഗ്രഹിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ആറ്റുകാല അമ്മയും. പൊങ്കാലയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നദാനം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ക്യൂവിൽ. നല്ല തിരക്കുണ്ടായിരുന്നു. സാമ്പാർ, അവിയൽ, അച്ചാർ, നല്ല സ്വാദിഷ്ടമായ അന്നദാനമായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വൈകുന്നേരം തന്നെ തിരിച്ച് ട്രാവലർ കയറിയിട്ട് വീട്ടിലോട്ട് പുറപ്പെടുകയാണ്. തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ മണ്ഡലം സെക്രട്ടേറിയറ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പൊങ്കാല ഇടാൻ വന്നപ്പോൾ ഉള്ള ഒരു ഓർമ്മ. കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പൊങ്കാലയുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും അടുത്ത പ്രാവശ്യം വരാൻ ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവീനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അവിടെ പോയിട്ട് ഞാനും അമ്മയും കൂടി നിന്നിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോസിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.